ഇന്നൊരു അടിപൊളി ടേസ്റ്റ് ഗീ കേക്ക് ഉണ്ടാക്കിയെടുത്താലോ. ഫസ്റ്റ് ടേക്ക് എ ബൗൾ. 3 മുട്ട കൂടി പൊടിച്ച് വയ്ക്കാന്നേ. മുട്ട മാത്രം ഇട്ടാൽ പോരാ കേട്ടോ, കുറച്ച് വാനില എസൻസും കൂടെ വേണേ. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുത്താലോ. ബീറ്റ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് മിക്സി ജാറിട്ട് അതിനകത്തിട്ട് അടിച്ചങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. മിക്സിക്കകത്ത് അടിച്ചാലും ബീറ്ററിനകത്ത് അടിച്ചാലും ഒരേ കൺസിസ്റ്റൻസി ഒക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് ഇതിനകത്തോട്ട് 1 കപ്പ് മൈദാമാവും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരിപ്പ് വെച്ചിട്ട് അങ്ങോട്ട് അരിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ അരിച്ചു കഴിഞ്ഞോ? എന്നാൽ പിന്നെ നേരെ പോയി നമ്മുടെ സ്വന്തം ആയുധം അങ്ങോട്ട് എടുക്കുന്നേ. കുറച്ച് ബീറ്റ് ചെയ്യാനിട്ടുണ്ട്. ബീറ്റ് ചെയ്യണ്ടേ? ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യണം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് പാലിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. അതിനുശേഷം നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്വന്തം ബീറ്റ് വെച്ചിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാമെന്ന്. കുറച്ച് നേരം അല്ല കേട്ടോ ബീറ്റ് ചെയ്യേണ്ടത്, കുറച്ച് ഏറെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. കേക്ക് എന്തായാലും കിട്ടണ്ടേ? അപ്പോൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രമില്ലേ, അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഫുൾ മിക്സും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാന്നേ. നമ്മൾ ഇപ്പോൾ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസിലും ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളിവിടെ ഓവനിൽ 45 മിനിറ്റ് ആണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ഓവനിലും ഓരോ സമയമല്ലേ, അപ്പോൾ നിങ്ങളുടെ ഓവനിൽ ഏത് സമയം ആ സമയം വെക്കണം കേട്ടോ. ഓവൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് കൊടുക്കും. ഇപ്പം നമ്മുടെ കേക്ക് ഇത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നൊന്നും വെന്ത് കിട്ടത്തില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും. അതൊരു എല്ലാ കേക്കും ഉണ്ടാക്കുമ്പോഴും കുറച്ച് സമയമൊക്കെ എടുക്കത്തില്ലേ? എടുത്തിരിക്കും. നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ കേക്കില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്തോന്നേ. ഇത് ചുമ്മാ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞൊന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്കത് കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കണ്ടേ? കഴിച്ച് നോക്കാതെ നമ്മൾ എന്തിനാണ് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്? നമ്മൾ കഴിക്കാൻ വേണ്ടിയില്ല ഇത് ഉണ്ടാക്കിയത്. ആണ് ഇത് ഒരെണ്ണം മാത്രം ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ നമ്മളെല്ലാം നിങ്ങളെ കാണിച്ചാലേ പറ്റൂ. അപ്പോൾ നമുക്കത് കാണിക്കാം. ഇതെടുത്തതാന്നൊക്കെ പറഞ്ഞ് കാണിക്കാമല്ലോ. അപ്പോൾ സംഭവം നല്ല സൂപ്പറാണ്.